നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ മതിയായ രേഖകളില്ലാതെ കഴിയുന്നവർക്ക് താമസം നിയമാനുസൃതമാക്കാനും പിഴ കൂടാതെ രാജ്യം വിടാനും പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഒരു മാസം പിന്നിടുകയാണ്. ഇതോടുകൂടി നിലപാട് കടുപ്പിക്കുകയാണ് അധികൃതർ. ഇന്ത്യക്കാരടക്കം ആയിരക്കണക്കിന് പേരാണ് ഇതിനകം പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയത്. സെപ്റ്റംബർ 1 ശേഷമുള്ള നിയമലംഘനങ്ങൾ പൊതുമാപ്പിന്റെ പരിധിയിൽ വരുന്നില്ല. നിലവിൽ രാജ്യത്തുള്ളവർക്ക് മാത്രമാണ് പദ്ധതി ബാധകമായിട്ടുള്ളത്. സെപ്റ്റംബർ 1 മുൻപ് രാജ്യം വിട്ട നിയമലംഘകർക്ക് പൊതുമാപ്പിന്റെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കില്ല എന്ന് UAE നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നിലവിൽ റെസിഡൻസി ലംഘകർക്ക് വിസ സ്റ്റാറ്റസ് ക്രമീകരിക്കാൻ ഇനി 24 ദിവസത്തെ സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒക്ടോബർ 31-നകം രാജ്യം വിടാത്തവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നൽകിയിരിക്കുന്ന പൊതുമാപ്പ് സമയപരിധിയിൽ തങ്ങളുടെ നില ശരിയാക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്ന പിഴകളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കും. ഗ്രേസ് പീരീഡ് അവസാനിച്ചതിന് ശേഷവും റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഹുസൈൻ സയ്യിദ് അൽ ഖൈലി ഷാർജയിൽ പ്രഖ്യാപിച്ചു. നിയമലംഘകരെ നാടുകടത്തുന്നതും പിന്നീട് UAE-യിലേക്ക് തിരികെ വരാനാവാത്ത വിധം നോ എൻട്രി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതും അടക്കം കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇതെല്ലാം നടപ്പിലാക്കുമെന്നും ICP-യിലെ റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുൽത്താൻ യൂസഫ് അൽ നുഐമി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. നിയമലംഘകരെ കണ്ടെത്തുന്നതിന് റെസിഡൻഷ്യൽ ഏരിയകൾ, കമ്പനികൾ, കടകൾ, വ്യാവസായിക മേഖലകൾ എന്നിവിടങ്ങളിൽ തീവ്രമായ പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തണമെന്ന് US അൽ നുഐമി പറഞ്ഞു. ഈ സ്ഥലങ്ങളിൽ ഉടനീളം നിയമലംഘകരെ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഭാവിയിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കപ്പെട്ട വ്യക്തികളുടെ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന് യൂസഫ് അൽ നുഐമി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് UAE-യിൽ അനധികൃത താമസക്കാരായി മാറിയവരെ ചേർത്ത് പിടിച്ച് പുതിയ ജീവിതമാർഗം ഒരുക്കുകയാണ് 2 മാസക്കാലത്തെ പൊതുമാപ്പ് പദ്ധതിയിലൂടെ UAE ലക്ഷ്യമിട്ടിരുന്നത്. കനത്ത പിഴയും ശിക്ഷയും ഭയന്ന് നാട്ടിലേക്ക് മടങ്ങാനാകാതെ രാജ്യത്ത് ഒളിച്ചു കഴിഞ്ഞവർക്ക് ശിക്ഷാ നടപടികളൊന്നുമില്ലാതെ രാജ്യം വിടാൻ അവസരമൊരുക്കുകയാണ് രാജ്യം. ഇതുമാത്രമല്ല, ഇവരെ പിന്നീട് രാജ്യത്ത് എത്തുന്നതിൽ നിന്ന് വിലക്കിയിട്ടില്ല എന്നും UAE വ്യക്തമാക്കി. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിലും അമർ സെന്ററുകളിലും ദുബായ് അൽ അവീവിലെ താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയ പ്രത്യേക കേന്ദ്രത്തിലുമാണ് നടപടിക്രമങ്ങൾക്കായി അപേക്ഷ നൽകാൻ എത്തേണ്ടത്. വിസ കാലാവധി കഴിഞ്ഞ് അബ്സ്കൗണ്ടിംഗ് ആയവരാണ് ആദ്യ ദിനം അൽ അവീറിൽ ഏറെയും എത്തിയിരുന്നത്. രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് രേഖകൾ നിയമാനുസൃതമാക്കി തുടരാവുന്നതാണ്. ഇതിന് പിഴ ഈടാക്കില്ലെന്ന് മാത്രമല്ല, പുതിയ ജോലി കണ്ടെത്താനുള്ള സൗകര്യവും ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇതേസമയം ഔട്ട് പാസ് ലഭിച്ചവർ 14 ദിവസത്തിനകം രാജ്യം വിടണമെന്നില്ല. പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്നതുവരെ ഇവർക്ക് UAE-യിൽ തുടരാം. ഇതിനിടെ UAE-യിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ ഔട്ട് പാസ് റദ്ദാക്കി വിസ ഉൾപ്പെടെയുള്ള രേഖകൾ ശരിയാക്കി ജോലിയിൽ പ്രവേശിക്കാമെന്നും ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.